സ്നേഹിക്കപ്പെടുന്നവർ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നവരാണ്. प्रेम प्रेम करने वाले लोग सबसे ज्यादा समय बिताते हैं. കാരണം സ്നേഹത്തിന്റെ പല ആശയങ്ങളും ആശയവിനിമയം നടത്തുന്ന ഒരു സമയമാണ് ഈ സ്നേഹിക്കുന്നവർ തമ്മിൽ നടക്കുന്നത്. क्योंकि प्रेम करने वाले लोग आपस में बहुत सा समय के बातों को वो लोग बांटते हैं जब वो लोग प्रेम प्रेम में बने रहते समय में. നമ്മളെ കർത്താവ് സ്നേഹിച്ചത് നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ടല്ല. हमारा प्रभु ने हमसे प्रेम किया हमारा जन्म के बाद नहीं. എത്ര നാൾ മുൻപേ ആയിരുന്നു എന്നൊന്നും വചനത്തിലില്ല. कितना कितना साल है कितना वर्ष हुआ करके वचन में नहीं देखते. ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മളെ തെരഞ്ഞെടുത്തു എന്നുണ്ടെങ്കിലും भले ही ये बात लिखा है कि संसार के निर्माण के पहले ही उन्होंने हमको चुना, എന്നാലും ദൈവം സ്നേഹിച്ചു തുടങ്ങിയത് എപ്പോഴാണ് നമ്മൾ അറിയുന്നില്ല. परंतु प्रेम कब से करने लगा है करके ये बात हम नहीं जानते. എന്നാൽ നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞ സമയം തൊട്ട്, परंतु जब से हमें समझ में आया, അത് കഴിഞ്ഞ് കർത്താവ് നമ്മളെ ഇത്രയും നാളും സ്നേഹിച്ചുകൊണ്ടിരുന്നു എന്ന കാര്യത്തിന്റെ ഏതൊക്കെ തലങ്ങളിൽ കർത്താവ് ഞാൻ ഇല്ലാത്തപ്പോ സ്നേഹിച്ചു എന്ന കാര്യം നമ്മളെ ആശയവിനിമയം നടത്തുക. ഹീസ് കമ്മ്യൂണിക്കേറ്റിംഗ് ദാറ്റ്. और अभी हमें ये बात बता रहा है कि देखो तुम जन्म लेने से पहले ही प्रभु हमसे प्रेम कर रहा है. कितना सालों से संसार के नींव के समय से तभी भी हमको निरंतर प्रेम करते आ रहा है करके ये बात का विषय संबोधना प्रभु हमसे कर रहा है. ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല. നമുക്കറിയാം റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ സ്നേഹത്തിൽ നിന്നും എന്നെ ആർ വേർപെടുത്തും. रोमियो 8 में हम पढ़ते समय में हम देखते हैं कि प्रभु का इस प्रेम से हमें कौन अलग कर सकता है. അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. कुछ बातें वहां पर कहता है. ഇത് നമ്മൾ ജനിച്ചു കഴിഞ്ഞപ്പം തൊട്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ വെച്ചേക്കുന്നതും അനുഭവിക്കാനുള്ള കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. ऐसा बहुत से बातें हैं जो इस दुनिया में है जिसका अनुभव करना है. എന്നാൽ അതിൽ നിന്നും കർത്താവിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുക. परंतु वो सब परिस्थितियों के बीच में से अपना प्रेम को प्रकट करना चाहता है प्रभु. 35-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 8:35 റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, കഷ്ടത, പട്ടിണി, ക്ഷാമം, വാള്, ഇതൊക്കെയും ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ അവൻ നേരിടുന്ന അവസ്ഥയാ. എന്നാൽ ഇതിലൊക്കെയും കർത്താവ് എങ്ങനെ അവനെ സ്നേഹിക്കുന്നു എന്ന് അവനെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. रोमियो 8 का 35 में पढ़ते समय में जब क्लेश होता है, संकट होता है, उपद्रव होता है, अकाल आता है, वो नंगाई आता है, ये सब और तलवार ये सब आते मनुष्य जन्म लेने के बाद दुनिया में रहते समय में है. परंतु ये सब परिस्थितियों में प्रभु का प्रेम किस रीति से है वो बताना चाहता है. इसके लिए ये बातें होता है. അത് മാത്രമല്ല, പൗലോസ് ഇതേ അധ്യായത്തിൽ തന്നെ നമുക്കറിയാം, സൃഷ്ടികൾ പോലും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു നമ്മൾ വായിക്കുന്നു. और यहाँ पर इसी अध्याय में हम पढ़ते हैं कि जो सृष्टियां भी परमेश्वर का पुत्रों का प्रकट होने के लिए लोग इंतजार कर रहे हैं. സ്നേഹം ഒരിക്കലും ഹിഡൻ അല്ല. प्रेम जो है वो कभी छुपा नहीं रहता. വെളിപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. वो एक प्रकट हुआ बात है. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികൾക്ക് പോലും അറിയാം. परमेश्वर प्रेम करता है करके ये पूरा सृष्टि जानता है. ഈ സൃഷ്ടികളെ നമ്മൾ നോക്കുമ്പോൾ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, that you have been loved. और ये सृष्टि और इस बात से वो हमसे ये बात कहना चाहता है कि हे मनुष्य तुम लोग जानो कि परमेश्वर तुमसे प्रेम करता है. കാരണം നമ്മൾ സദൃശവാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ കണ്ണ്. വായിക്കാം, ജസ്റ്റ് ആ ഒരു വാക്യം മാത്രം എടുക്കാം. Proverbs chapter 4. नीति वचन में हम पढ़ते हैं कि यहोवा की आंखें, नीति वचन अध्याय 4 में, Proverbs chapter 5 verse 21. 5 का 21 21 पढ़े. क्योंकि मनुष्यों के मार्ग यहोवा की दृष्टि से छिपे नहीं है और वह उसके सब मार्गों पर ध्यान करता है. യെസ്, ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചാൽ ഹി പോണ്ടറത്ത് ഓൾ ഹിസ് ഗോയിങ്സ്. കർത്താവിന്റെ ഉള്ളങ്ങൾ നമ്മുടെ പോകുന്നതും വരുന്നതും സംഗ്രഹിച്ചിരിക്കുകയാണ്. हम जैसे अंग्रेजी में पढ़ते समय में प्रभु के जो आगे है हमारे आने जाने सब बातों पे ध्यान रखता है. നമ്മൾ ഇതേ വാക്ക് തന്നെയാണ് മറിയെ കുറിച്ച് വായിക്കുന്നത്. यही बात हम लोग मरियम के बारे में पढ़ते हैं. കർത്താവ് പറയുന്നത് അവളുടെ ഹാർട്ടിൽ, അവളുടെ ഹൃദയത്തിൽ പോണ്ടർ ചെയ്തു. അത് അവൾ എപ്പോഴും അത് ചിന്തിച്ചു കൊണ്ടിരുന്നു. प्रभु ने जो भी बातें उसने प्रभु ने बोला, मरियम ने वो सब बातों को अपना दिल में रखकर ध्यान किया. കർത്താവ് നമ്മളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് അവൻ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാ സഹോദരന്മാർ. ये प्रभु हमसे इतना हमारे बारे में ऐसा सोचता है, ध्यान करता है. क्यों? क्योंकि वो हमसे प्रेम करता है. इसके लिए
ഹെസെക്യാവ് ഒരു കാര്യം കൂടി ഓർപ്പിക്കാം. ഹെസെക്യാവ് വളരെയധികം രോഗിയായി കിടന്ന സമയത്ത് हिजकिय्याह जब बहुत बीमारी में था, ഹെസെക്യാവിന് ഈ രോഗത്തിനോടുള്ള ബന്ധത്തിൽ യെശയ്യാവ് വരുക അവിടെ സൗഖ്യമാക്കാൻ. और वहां पर उस विषय में संबंध में यशायाह वहां पर आता है। എന്നാൽ ഹെസെക്യാവ് പ്രാർത്ഥിച്ച കാര്യം രേഖപ്പെടുത്തിയപ്പോൾ परंतु जब हिजकिय्याह राजा ने जो प्रार्थना किया, जब वो बातें वहां पर प्रकट किया, ഹെസെക്യാവ് പറയുന്ന ഒരു കാര്യം എന്നെ ശ്രദ്ധിപ്പിച്ചു. तो उन्होंने एक बात जो कहा वो मुझे ध्यान में आया। യെശയ്യാവ് 38:17 Isaiah 38 का 17 में, का 17, देख, शांति ही के लिए मुझे बड़ी कड़वाहट मिली, परंतु तूने स्नेह करके मुझे विनाश की गड्ढे से निकाला है, क्योंकि मेरे सब पापों को तूने अपने पीठ के पीछे फेंक दिया है. കണ്ടോ, ഇവിടെ നമ്മൾ വായിക്കുന്നത് സമാധാനത്തെ കുറിച്ച് ഓർത്താൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. കാരണം അല്പ സമാധാന കുറവുണ്ട് എന്റെ ശാരീരികമായിട്ട് ഇപ്പോൾ. तो शांति के विषय में देखा जाए तो मेरे जीवन में कड़वाहट है, क्योंकि शांति का कमी है मेरे जीवन में। എന്നാൽ കറപ്ഷനിൽ നിന്നും രക്ഷിച്ച, എന്റെ പ്രാണനെ രക്ഷിച്ച ആ കർത്താവിന്റെ സ്നേഹത്തെ ഞാൻ ഓർക്കുമ്പോൾ, परंतु विनाश से बचाने वाला प्रभु जिसका उस प्रेम को जब मैं याद करूं, तो എന്റെ പാപങ്ങൾ അവന്റെ പുറകിൽ ഇട്ട് കളഞ്ഞ കാര്യം ഞാൻ ഓർക്കുമ്പോൾ, जब मैं याद करता हूं कि उन्होंने मेरा सारा पापों को पीठ पीछे डाल दिया, യെശയ്യാവ് തന്നെ പറയുവാണ് 20-ാമത്തെ വാക്യത്തിൽ, കർത്താവ് എന്നെ രക്ഷിക്കാൻ റെഡി ആയിരുന്നു. ഹി വാസ് റെഡി ടു സേവ് മീ. वहां पर 20 में कहता है कि यहोवा मुझे उद्धार देने के लिए हमेशा तैयार है। അതുകൊണ്ട് യഹോവയുടെ ഈ ഭവനത്തിൽ എന്റെ ആയുഷ്കാലം മുഴുവനും ഞാൻ പാട്ടുപാടും. जिसके वजह से मैं इस यहोवा के इस भवन में जिंदगी भर में गीत गाता रहूंगा। സഹോദരന്മാരെ, स्नेह भाइयों, നമുക്ക് പാട്ടുപാടാൻ കർത്താവ് നമുക്ക് അവസരം തന്നത് അവൻ നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ്. हम लोग अगर गीत गा सके, ऐसा मौका हमें मिल रहा है, उसका कारण यह है कि वो हमसे प्रेम करता है। നമ്മൾ ഓരോ പാട്ട് പാടുമ്പോഴും കർത്താവ് നമ്മളെ സ്നേഹിച്ചു എന്ന കാര്യം നമ്മുടെ ഉള്ളങ്ങളിൽ പതിയുമ്പോൾ ആ പാട്ട് ജീവനുള്ളതും അനുഗ്രഹിക്കപ്പെട്ടതുമാകും. जब भी गीत गाते समय में हमें ये बोध्य हो रहा है कि प्रभु ने हमसे प्रेम किया करके, तो एक एक गीत हमारे लिए जीवन और उत्तेजना बनता है। കർത്താവ് നമ്മളെ സഹായിക്കും. प्रभु हम सबको इस विषय में प्रभु सहायता करे। आमीन।